നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നവും അതുപോലെ എനിക്ക് നിരന്തരം വരുന്ന മെസ്സേജുകളിൽ ഒരു 90% ഫുട് പ്രിൻ്റ് ലെയറും ബിൽട്ടപ്പ് ഏരിയ ലെയറും, അതായത് ഫുട് പ്രിൻറ്റിൻ്റെ ബിൽട്ടപ്പ് ഏരിയൻ്റെ ലൈന് തമ്മിൽ ക്രോസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എററാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് സംശയമായിട്ട് വരുന്ന ഈ ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ആദ്യം ഒരു ഡ്രോയിങ് ജസ്റ്റ് ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്ത ഒരു ഡ്രോയിങ് പോലും നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ തകരാറാണോ എന്ന് പോലും സംശയിക്കേണ്ടുന്ന തരത്തിലേക്ക് ഈ ഒരു എറർ പലരും വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അത്ര ശ്രദ്ധിച്ച് വരച്ച ഒരു സംഗതി ആയപ്പോലും ഈ ഒരു പ്രശ്നം നമുക്ക് മാറി കിട്ടിയിരുന്നില്ല. നമ്മൾ ഇങ്ങനൊരു എറർ കാണിച്ചതിന് ശേഷം രണ്ടാമതും ഡ്രോയിങ് വന്നിട്ട് 2-3 തവണയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വരച്ച് കഴിഞ്ഞാലും ഇങ്ങനൊരു പ്രശ്നം വന്നിരുന്നു. അപ്പോൾ ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, എന്തായാലും എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇപ്പോൾ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കിയ പ്ലാൻ. നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഫുട് പ്രിൻറ്റിൻ്റെ ലൈനാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ബിൽട്ടപ്പ് ഏരിയ ലൈനും ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് ഒരു 35 മീറ്റർ പുറത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് 35 കൊടുത്ത് തിരിച്ച് അവിടേക്ക് അതുപോലെ തന്നെ കൊണ്ടുവന്നിടാനാണ്. നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ കൃത്യമായ വാല്യൂ കൊടുക്കാതെ കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് വേറെ എറേഴ്സ് ഒന്നും വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ 35 മീറ്റർ കറക്റ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരച്ചിട്ടുള്ളതൊക്കെ കറക്റ്റാണ്. നമുക്ക് സൂം ചെയ്ത് നോക്കിയാലൊക്കെ മനസ്സിലാവും. ഓക്കെ, കണ്ടോ, ഇവിടെയും നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, കൃത്യമായിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. എന്നാലും ഇങ്ങനൊരു എറർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തിരുത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ഇത്ര ഏരിയ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഓപ്പൺ ടെറസാണ്. പക്ഷേ ഫുട് പ്രിൻറ്റ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിനനുസരിച്ചാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഏരിയ കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ 2 ലൈനുകളും തമ്മിൽ 2 വഴിക്ക് പോകുന്ന സ്ഥലം, സ്പ്ലിറ്റ് ആവുന്ന സ്ഥലത്ത് നമ്മൾ ഫുട് പ്രിൻറ്റിന് ഒരു വെർട്ടെക്സ് വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ലൈനിന് എന്തായാലും ഒരു വെർട്ടെക്സ് വന്നല്ലേ പറ്റൂ. പക്ഷേ ബിൽട്ടപ്പ് ഏരിയ ലൈനിന് അവിടെ വെർട്ടെക്സ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കണ്ടോ, ആഡ് വെർട്ടെക്സ്. ഇതിപ്പോൾ ലെഫ്റ്റിലേക്കാണ്, അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ആഡ് വെർട്ടെക്സ് കൊടുത്താൽ നേരെ ഫുട് പ്രിൻറ്റിൻ്റെ ലൈനിന് വെർട്ടെക്സ് വന്ന ഭാഗത്ത് ബിൽട്ടപ്പ് ഏരിയ ലൈനിനും ഒരു വെർട്ടെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ചെയ്യാനുള്ളൂ. ഇനി നമ്മൾ ഈ പറഞ്ഞ 35 മീറ്റർ നമ്മൾ നേരത്തെ മൂവ് ചെയ്ത് വെച്ചാൽ 35 മീറ്റർ തിരിച്ച് അവിടേക്ക് തന്നെ മൂവ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ, നിസ്സാര സംഭവമാണ്. പക്ഷേ നമ്മൾ എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയം. ഞാൻ പലരും സംശയം ചോദിച്ച് വരുമ്പോൾ വെർട്ടെക്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടെക്നിക്കലായിട്ട് ഐഡിയ കുറവുള്ള ആളുകൾക്ക് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാത്തതിൻ്റെ ഒരു വിഷയമാണ്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.